നിങ്ങളുടെ വിരലുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഹൃദ്രോഗിയാണോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മുടെ നോർമലി നമ്മളെ വിരൽ രണ്ടും നഖത്തോട് നഖം ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഡയമണ്ട് ഷേപ്പ് രണ്ട് നഖത്തിന്റെ ഇടയിലായിട്ട് ഫോം ചെയ്യണം. അതാണ് നോർമൽ. അല്ലാത്ത അബ്നോർമലാണ് വലത്തുവശം കാണിച്ചിരിക്കുന്ന പിക്ചറിലുള്ളത്. ഹൃദ്രോഗവും അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരുന്നവർക്ക് ഇവിടെ ഒരു ബൾജിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ക്ലബിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ക്ലബിംഗ് ഉള്ളവർക്ക് ഈ രണ്ട് വിരലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്പേസ് അവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഹാർട്ടിനും ലങ്സിനും ഒക്കെ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് വിരലിന് ഈ ഒരു ക്ലബിംഗ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തം ക്യാരി ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഡിജിറ്റലായിട്ടുള്ള ഫിംഗേഴ്സിലായിക്കോട്ടെ ടോസിലായിരിക്കോട്ടെ ഈ ഒരു ഹൈപ്പോക്സിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്ട്രാ ടിഷ്യൂ ഗ്രോത്ത്. അങ്ങനെയാണ് അവിടെ ഒരു ക്ലബിംഗ് ഫോം ചെയ്യുന്നത്. ഹാർട്ടിനോ ലങ്സിനോ മാത്രമുള്ള പ്രശ്നം കാരണം കൊണ്ടല്ല, ചിലർക്കിത് ജനിക്കുമ്പോഴേ ഉണ്ടാവാം, ചിലർക്ക് വയർ സംബന്ധമായ അസുഖങ്ങൾ കാരണമാവാം. അപ്പോൾ ഇതുപോലുള്ള ക്ലബിംഗ് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിന് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ സഹായം തേടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം.